തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് തെളിയും. പത്രിക പിൻവലിക്കാനുള്ള സമയം വൈകിട്ട് 3 മണിവരെ. ആന്തൂരിലെ 3 സീറ്റുകളിൽ കൂടി LDFന് ജയം. UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. ഒപ്പിട്ടത് തങ്ങളല്ലെന്ന് നാമനിർദ്ദേശകർ. പ്രകടന പത്രിക പുറത്തിറക്കി UDF. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N. വാസു അഴിക്കുള്ളിൽ തുടരും. റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ഉത്തരവുമായി കൊല്ലം വിജിലൻസ് കോടതി. A. പത്മകുമാറിനായി SIT നൽകിയ കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. കോടതിക്ക് പുറത്ത് N. വാസുവിനെതിരെ പ്രതിഷേധവുമായി BJP. ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. രാഹുൽ ഗാന്ധി വിട്ടുനിന്നതിൽ വിമർശനവുമായി BJP. സൂര്യകാന്തിന്റെ കാലാവധി 2027 ഫെബ്രുവരി വരെ. ആലപ്പുഴ കൈനകരി അനിത വധക്കേസിൽ 1-ാം പ്രതി പ്രബീഷിന് വധശിക്ഷ. ഗർഭിണിയായ അനിതയെ കൊലപ്പെടുത്തി കായലിൽ തള്ളിയത് 2021 ജൂലൈയിൽ. ശിക്ഷ വിധിച്ചത് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. നയതന്ത്ര നീക്കവുമായി ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാൻ ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി കത്തയച്ച് ബംഗ്ലാദേശ്. നീക്കം വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ കരുതലോടെ പ്രതികരിക്കാൻ ഇന്ത്യ.